ഹായ് ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് നാൾക്ക് ശേഷം നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് കോയമ്പത്തൂർക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നേരെ കോഴിക്കോടാണ്. അവിടുന്ന് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ദെൻ വി ആർ ഗോയിങ് ടു കോയമ്പത്തൂർ. കാട്ടൂരിൽ നിന്ന് നമ്മൾ ബസ് കയറി നേരെ തൃശ്ശൂർ വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഇനി നമ്മൾ കോഴിക്കോടേക്ക് ബസ്സിലാണ് പോകുന്നത്. ഇത് തൃശ്ശൂർ ടു കോഴിക്കോട് ബസ്സാണ്. 3:20 നമ്മളിവിടെ നിന്ന് കോഴിക്കോടേക്ക് ബസ്സിൽ പോവാണ്. 8 മണിക്കാണ് നമുക്ക് കോഴിക്കോട് നിന്ന് ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ സമയം 7:37 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. ലൈഫിൽ തന്നെ ഏറ്റവും ഒരു വൃത്തികെട്ട ബസ് യാത്രയായിപ്പോയി ഇത്. ഏറ്റവും സൂപ്പർ ഫാസ്റ്റിൽ കയറിയിട്ട് ഇഴഞ്ഞിഴഞ്ഞ് വരുന്നൊരു ബസ്സായിപ്പോയി. ഇത്രയും വൃത്തികെട്ടൊരു യാത്ര ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ എത്തി. 8 മണിക്ക് ട്രെയിനാണ്. ഒരു പിടുത്തവും ഇല്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമോ, ട്രെയിൻ കിട്ടുമോ എന്നൊന്നും ഒരു പിടുത്തമില്ല. എന്തായാലും നോക്കാം. ഓട്ടമായിട്ടുള്ളൊരു യാത്രയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോയിൽ കയറി പെട്ടെന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധികം സമയമില്ല. 7:45 8 മണിക്കാണ് ട്രെയിൻ. ഒരു പിടുത്തവും ഇല്ല. ട്രെയിൻ കിട്ടുമോ, കയറുമോ എന്താവുന്നു. അപ്പോൾ എന്തായാലും കോഴിക്കോട് ചേച്ചി നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും എത്തുമായിരിക്കുമെന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം. അങ്ങനെ കണ്ടുപിടിക്കിട്ടുണ്ട് ഇവിടെ ആഹാരം. ഇതാണ് കടയ്ക്കുള്ള കറി. എൻ്റെ ഡിന്നർ ഇവള് തന്നെ പറഞ്ഞ 3 മതി. എൻ്റെ ഡിന്നർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം കഴിക്കാൻ സമയമില്ല. എന്തായാലും സമയത്തിന് നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. യെസ് ഗൈസ്, ഫൈനലി ഞങ്ങൾ ട്രെയിനിൽ കയറി. കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എത്തിയിട്ടില്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും വെപ്രാളം പിടിച്ച് നമ്മൾ ട്രെയിനിൽ കയറി. സ്വന്തമല്ലാത്ത ആരുടെ ഒരു സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട് ഞങ്ങൾ. നമ്മൾ അഭയാർത്ഥിയായിട്ടിരിക്കുകയാണ്. ആരെങ്കിലും വന്നാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. എന്തായാലും അങ്ങനെ നമ്മൾ ഓൺ ടൈമിൽ തന്നെ കോയമ്പത്തൂർ എത്തി. 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ 12:30 ഇനി നമുക്ക് റൂമിൽ പോകണം, കഴിക്കണം, കിടക്കണം. അപ്പോൾ നമ്മൾ പുറത്തേക്കുള്ള വഴിയാണിത്. കോയമ്പത്തൂർ സ്റ്റേഷനിൽ നമ്മളിപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെയാണ് നമ്മളുടെ മെയിൻ വിസിറ്റും കാര്യങ്ങളൊക്കെ. പുറത്തേക്കെത്തി ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അക്ക നമ്മളെ വിളിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലേക്കാണ്. വീട്ടിലോട്ട് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, നമ്മൾ കിടക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പരിപാടിയോടെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിനി നെക്സ്റ്റ് ഡേ ഫുൾ ഡേ പ്രോഗ്രാം നാളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ പ്രീതി. ബൈ.